ഹൈ ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ആയിരിക്കുകയാണ്. എന്താണ് ഇന്ന് നിഫ്റ്റിയിൽ സംഭവിച്ചത്, എങ്ങനെ നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പരിശോധിച്ച് നോക്കാം. 27/12/2024 23,832 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ചാർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 36 പോയിന്റിന്റെ ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. എന്നാൽ ഇന്ന് നല്ല ഹൈ ആൻഡ് ലോ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 300-ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുണ്ട്. കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ ഇന്ന് മാർക്കറ്റിൽ ഇല്ലാതിരുന്നതിനാൽ ഒട്ടനവധി പേർ എനിക്ക് പ്രോഫിറ്റിന്റെ P&Lകൾ അയച്ചു തന്നിരുന്നുവെങ്കിലും എനിക്ക് അവയൊന്നും സമയത്ത് കാണാനോ അവയൊന്നും ഷെയർ ചെയ്യാനോ സാധിച്ചിരുന്നില്ല. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും കുറേ അവധികൾ വരുന്നതുകൊണ്ട് ചില ആവശ്യങ്ങൾ ഉള്ളതിനാൽ മാർക്കറ്റിൽ എനിക്ക് കൃത്യമായി ഇടപെടാൻ കഴിയാത്തതിനാൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. നിങ്ങളുടെ മെസ്സേജുകൾ കൃത്യമായ സമയത്ത് എനിക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിലും നമ്മുടെ പതിവ് ട്രേഡിംഗ് പ്ലാൻ എന്ന പ്രോഗ്രാം അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യണം എന്ന ആശയോടെ ഞാൻ കൃത്യമായി അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. എങ്കിലും ചില സാഹചര്യങ്ങളാൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്കതിന് സാധിക്കാതെ പോയെങ്കിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് നിഫ്റ്റി നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നത് എന്ന് പരിശോധിക്കാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയെങ്കിലും തുടർന്ന് പെട്ടെന്ന് തന്നെ ഒരു അപ്പ് മൂവ് ആണ് നമുക്ക് ലഭിച്ചത്. അത് നമ്മുടെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട്, ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിലോട്ട് എത്തി. 820 എന്ന ലെവലായിരുന്നു നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത്. അവിടുന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് അത് സെല്ലാവുന്നത് നമുക്ക് അറിയാൻ കഴിയും. കൃത്യമായും ഇവിടെ ഒരു എൻട്രി, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഹൈയോ അതിന് മുകളിലുള്ള ലെവലോ അതല്ലെങ്കിൽ ഈ ലെവലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ സപ്പോർട്ട് ആണ് നമുക്ക് ടാർഗറ്റായി പ്രതീക്ഷിക്കാവുന്നത്. ആ തരത്തിൽ ഒരു ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ കൃത്യമായും തൊട്ട് താഴെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് അതിന് താഴെയുള്ള 23,720 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തിരുന്നു. വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ്മെന്റ് ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ട്രേഡ് ചെയ്യാം എന്ന് കരുതിയ ഏതൊരാൾക്കും ഇവിടെ നിന്നും വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടിയിരുന്നു. എന്നാൽ പുതിയ ലോ, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ അതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാതെ വീണ്ടും ഇവിടുന്ന് പ്രൈസ് റിവേഴ്സ് ആകുമ്പോൾ കൃത്യമായും അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്കും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആണ്. എന്നാൽ കൃത്യമായും ആ ഡേയ്സ് ഹൈയും ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ലെവലും കൃത്യമായി കരുതാമായിരുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ലെവലും ബ്രേക്ക് ചെയ്ത് പ്രൈസ് നിന്നു. എന്നാൽ വീണ്ടും കിട്ടിയ ഡിക്ലൈൻ നമ്മൾ അതിനു മുമ്പ് രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിൽ നിന്നുകൊണ്ട് പ്രൈസ് തിരിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് തീർച്ചയായും വീണ്ടും ഒരു കോൾ ഓപ്ഷനുള്ള ചാൻസ് കിട്ടി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 23,907 എന്ന ലെവലിലേക്ക് ടാർഗറ്റ് എത്തുകയും ചെയ്തു. എന്നാൽ അതിന് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രൈസ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമുകൾ പരിശോധിക്കുമ്പോൾ സെല്ലിംഗ് പാറ്റേൺ ആയി മാറുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഒന്നുകിൽ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയിരുന്നെങ്കിൽ ഒരു മൂവ്മെന്റ് നമുക്ക് ഈ സപ്പോർട്ട് ലെവലുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. എന്നാൽ ആ ഫാള് വളരെ വേഗത്തിൽ വീണ്ടും ഒരു സപ്പോർട്ട് തകർത്ത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ചെറിയ കൺസോളിഡേഷന്റെ ഒരു മൂഡിലോട്ട് വന്നു എങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ സെല്ലേഴ്സിന്റെ കയ്യിലോട്ട് മാർക്കറ്റ് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അത്തരത്തിൽ ഈ ലെവൽ പരിശോധിക്കുമ്പോൾ ഇത് വീണ്ടും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സാമാന്യം നല്ല ഒരു ഫാൾ കിട്ടി. വീണ്ടും ഒരു അപ്പ് മൂവ് അതിനും കിട്ടിയിരുന്നു, നല്ല ഒരു ടാർഗറ്റ്. ഈ തരത്തിൽ കൃത്യമായും പ്രൈസിന്റെ പിന്നിൽ നടന്ന് ഈ വേവിനൊപ്പം നടന്ന് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞ ഒട്ടനവധി പേരുണ്ട്. വളരെ വലിയ പ്രോഫിറ്റ് എൻ്റെ P&Lകൾ എനിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ സമയത്ത് അവയിൽ ഏതെങ്കിലുമൊക്കെയെങ്കിലും പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. ഇന്ന് അത്തരത്തിൽ കഴിഞ്ഞില്ല എന്ന് കരുതി നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ മാർക്കറ്റ് വേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷം. അത്തരത്തിൽ നിങ്ങൾക്കത് പ്രോഫിറ്റബിളായി ഇത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നറിയുന്നതിൽ അതിലും സന്തോഷം. നിങ്ങളുടെ ഓരോരുത്തരുടെയും P&Lകൾ എന്നെ ഇത് നാളെയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതിനാൽ ഞാൻ അബദ്ധവശാൽ നമ്മളുടെ സാഹചര്യവശാൽ നമ്മുടെ പബ്ലിക് ചാനലിൽ
ഇവ നിങ്ങളുടെ P&L പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കരുതി അവ എനിക്ക് ഷെയർ ചെയ്തു തരുന്നതിൽ വിമുഖത കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 23,639 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സിലോ 23,598 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 23,878 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസായി 23,813 എന്ന ലെവലുമുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ്. ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ മാത്രം, അതുപോലെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയുമാണെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ 23,878 എന്ന ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ തീർച്ചയായും ടെസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അങ്ങനത്തെ ഒരു ഡയറക്ഷനാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 50,880 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ലെവൽ എന്നാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ 51,788 എന്നത് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ 51,522 എന്ന ലെവൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി കാണുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ തുടർന്ന് ഈ ലെവൽ 51,788 എന്ന ലെവൽ ടാർഗറ്റായി ലഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 50,717 എന്ന ലെവൽ തന്നെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി വീക്കായേക്കാം, ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അതിൽ 50,376 എന്ന ലെവൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 78,195 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ സെൻസെക്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 78,969 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ 78,771 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് 78,771 എന്ന ലെവൽ തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ
വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാന റെസിസ്റ്റൻസ് 78,969 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാനും, എന്നാൽ ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്ന പക്ഷം വീണ്ടും ഈ ലെവലുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് 77,872 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പ്രൈസ് അല്പം കൂടി സ്ട്രോങ് വീക്ക് ആയേക്കാം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഓരോ അപ്പ് മൂവും നമുക്ക് സെൽ ഓൺ ഹൈ എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. അതിൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലാണ് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണെന്ന് കരുതുന്നു. 77,220 ആ തരത്തിൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി ആദ്യമായി ലഭിക്കാൻ സാധ്യതയുള്ള ലെവൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ് നിങ്ങളുടെ മുൻപിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഗുണകരമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്കും ഉപയോഗിക്കാം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നമ്മുടെ ചാനലും നമ്മുടെ ട്രേഡിംഗ് ലെവലും ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് അവ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്